السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. ഏറെ ആദരണീയരായ സഹോദരന്മാരെ, വിശ്വാസികളെ, വിട പറയുന്ന റമദാൻ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. എത്ര വേഗമാണ് റമദാൻ വന്നു പോയത്. റമദാൻ സ്വാഗതം ഓതിക്കൊണ്ട് നമ്മൾ ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും, ഖുത്ബകളിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും. വളരെ വേഗത്തിൽ തന്നെ റമദാൻ അവസാനിക്കുക. അള്ളാഹു മഹാ അനുഗ്രഹമായി നമുക്ക് നൽകിയ റമദാൻ നമുക്ക് പിടിതരാത്ത വിധത്തിൽ നമ്മിൽ നിന്നും കുതറിയോടുകയാണ്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സുവർണ സന്ദർഭമാണ് റമദാൻ മാസത്തിൽ ജീവിക്കാനാവുക എന്നുള്ളത്. കണക്കില്ലാത്ത പ്രതിഫലം, നമുക്കറിയുക പോലും ചെയ്യാത്ത അനുഗ്രഹങ്ങൾ, അതൊക്കെ അള്ളാഹു നിറച്ചു വെച്ച മാസമാണ് റമദാൻ. ആ റമദാൻ നമ്മിൽ നിന്ന് യാത്രയാവുന്നു എന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾ ഒരു നെടുവീർപ്പ് എങ്കിലും പുറപ്പെടുവിക്കും. കാരണം ഈ ഒരു അനുഗ്രഹത്തിൻ്റെ, ഈ ഒരു നിർവൃതിയുടെ, ഈ ഒരു മനസ്സമാധാനത്തിൻ്റെ, ഈ ഒരു തഖ്വയുടെ നാളുകൾ ഇനി എപ്പോഴാ എന്നാലോചിക്കും. അടുത്ത റമദാൻ ഒരു വർഷക്കാലത്തിനിടയിൽ നമ്മളിൽ ആരൊക്കെ ബാക്കിയാവുമെന്ന് നമുക്കറിയില്ല. അള്ളാഹു ആയുസ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മളിവിടെ ഒത്തുകൂടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ആത്മപരിശോധനയാണ്. ഈ ദിവസങ്ങളിലായിട്ട് നമുക്ക് പടച്ചവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ പരിപൂർണമായും തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. ജന്നത്തിൻ്റെ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന 2 ദിവസങ്ങൾ, യൗമുൽ ഇസ്നൈനും യൗമുൽ ഖമീസും, തിങ്കളും വ്യാഴം ദിവസങ്ങളിൽ സ്വർഗ കവാടം തുറക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ, എല്ലാ മനുഷ്യർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. എല്ലാ മനുഷ്യർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. തുടർന്ന് പറയുന്നു, ലാ യുശ്രികു ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്യുന്നവനെ തുറന്നു കൊടുക്കുകയില്ല, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. ശിർക്ക് എന്ന മഹാപാപം ചെയ്ത് ജീവിക്കുന്ന ആള്, അയാൾ എത്ര പ്രത്യക്ഷത്തിൽ മതവിശ്വാസിയാണെന്ന് തോന്നിയാലും, എത്ര വേഷഭൂഷാദികളിൽ ആകർഷണത്വം തോന്നിയാലും, ശിർക്കുണ്ടോ അയാൾക്ക് സ്വർഗപ്രവേശം സാധ്യമേയല്ല, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ഇല്ല എന്നർത്ഥം. ശിർക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാവരും ഈ തുറക്കപ്പെടുന്ന 2 ദിവസങ്ങളിലായി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമെന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ അവസാനിപ്പിച്ചില്ല. പ്രവാചകൻ ഒരു കൂട്ടരെ കുറിച്ച് കൂടി പറയുകയാണ്. ഇല്ലാ റജുല, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരാൾ, കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്നാ, അയാളും അയാളുടെ സഹോദരനും തമ്മിൽ പിണക്കത്തിലാണ്. അയാളും അയാളുടെ രക്തബന്ധമുള്ളതാവട്ടെ, ബന്ധുക്കളിൽപ്പെട്ടവനാവട്ടെ, അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാവട്ടെ, ആരായിക്കൊള്ളട്ടെ, അയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന, നിരന്തരം ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, നിരന്തരം കണ്ടും സലാം ചൊല്ലിയും ജീവിച്ചു കൊണ്ടിരുന്ന ആൾ, അവർ തമ്മിൽ ഇപ്പോൾ പിണക്കത്തിലാണ്. അങ്ങനെയുള്ള ആളും
സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല, അവർക്കും പുറത്തു കൊടുക്കുന്നതല്ല. ഫയുഖാലു അൻദിറൂ ഹദൈനി ഹത്താ യസ്തലിഹ, അവർ തമ്മിൽ പരസ്പരം ഒത്തുതീർപ്പായി നല്ല രീതിയിലാവുന്നതുവരെ അവർക്കും എന്തില്ല, ഈ പുറത്തു കൊടുത്ത് സ്വർഗപ്രവേശം ലഭിക്കുക എന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം നടക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആത്മപരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകളായി നമുക്ക് ബന്ധമുണ്ട്. കുടുംബത്തിൽപ്പെട്ട ആളുകളുണ്ട്, ബന്ധുമിത്രാദികളിൽപ്പെട്ട ആളുകളുണ്ട്, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ, ഒന്നിച്ച് എപ്പോഴും കണ്ടുമുട്ടുന്നവർ, പള്ളിയിൽ എപ്പോഴും സംഗമിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് ആളുകളുമായി നമ്മൾ വർഷങ്ങളായി പരിചയമുള്ളവരാണ്, വർഷങ്ങളായി ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടുവരുന്നവരാണ്. പക്ഷേ ഏതോ ഒരു കാരണത്താൽ, ഏതോ നിസ്സാരമായ ഒരു കാരണത്താൽ നമ്മൾ അയാളുമായി പിണക്കത്തിലായി പോയിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധ റമളാൻ നമുക്കായി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ലഭിക്കാൻ കഴിയാതെ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. നഷ്ടകാരികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാമ്പത്തികമായ ഇടപാടുകളാണ്. സാമ്പത്തികമായ ഇടപാടുകൾ. ഒരു മനുഷ്യൻ ജടപിടിച്ച് വല്ലാത്തൊരു കോലത്തിൽ ഒരു മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നിട്ട്, പള്ളിയിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യാ റബ്ബ്, യാ റബ്ബ്, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. വല്ലാത്തൊരു മുത്തഖി, നമുക്കൊക്കെ അലിവ് തോന്നുന്ന തഖ്വയുടെ ഉറവിടമെന്ന് തോന്നിപ്പോകാവുന്ന ഒരു മനുഷ്യൻ. പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യനെ അറിയുമോ? ആ മനുഷ്യൻ നരകത്തിന്റെ അവകാശിയാണ്. എന്താ കാരണം? അയാൾ യാ റബ്ബ്, യാ റബ്ബ് എന്ന് വിളിച്ച് കൈവെട്ടി പ്രാർത്ഥിക്കുന്നത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണോ? പ്രവാചകൻ വിശദീകരിക്കുകയാണ്, ആ മനുഷ്യൻ ഇന്നേ വരെ കഴിച്ച ഭക്ഷണം ഹറാമിൻ്റെതാണ്, ആ മനുഷ്യൻ ധരിച്ച വസ്ത്രം ഹറാമിൽ നിന്നുള്ളതാണ്, ആ മനുഷ്യൻ മുച്ചൂടും ഹറാമിലാണ്. ലഭിക്കുന്ന പണം അത് ഹലാലായ മാർഗത്തിലൂടെയാണോ ഹറാമിലൂടെയാണോ എന്ന് ചിന്തിക്കാതെ പോയ മനുഷ്യൻ, ആ മനുഷ്യൻ എത്ര കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടും എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഒന്ന്, മനുഷ്യന്മാരുമായി നിരന്തരം ബന്ധപ്പെടുന്ന രണ്ട് വിഷയങ്ങളാണിത്. മനുഷ്യന്മാരുമായുള്ള കണക്ഷൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അത് മുറിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നമുക്കില്ല. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നവരല്ല, സന്യാസം സ്വീകരിക്കുന്നവരല്ല. നമ്മൾ ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആളുകളുമായുള്ള ബന്ധം ഏറ്റവും നല്ല രീതിയിലാക്കുക എന്നുള്ളത്, പടച്ചവൻ നമ്മെ തൃപ്തിപ്പെടുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന്, ധനസമ്പാദനം. ഒരു പൈസയായാൽ പോലും, ഒന്ന് കുടിക്കുന്ന ഒരാൾ ക്ഷണിച്ച് നമുക്ക് തരുന്ന ഒരിക്കു വെള്ളമായിരുന്നാൽ പോലും അത് ഹലാലിൻ്റെ വഴിയാണോ എന്ന് അറിയാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ദിവസങ്ങൾ ഖിയാമുൽ ലൈൽ, നമ്മളിവിടെ ഇരുന്ന് രാത്രി തറാവീഹ് നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്നു, പ്രാർത്ഥന നിർവഹിക്കുന്നു, ഒരുപാട് ആയത്തുകൾ നമ്മൾ ഈ റമദാനിൽ പാരായണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതൊക്കെയും നഷ്ടക്കച്ചവടമായി പോകുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ആത്മപരിശോധന എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒന്നാണ്. ഇത്തരം പോരായ്മകൾ നമ്മിൽ നിന്നെങ്ങാനും ഉണ്ട് എങ്കിൽ അത് തിരുത്താനുള്ള സന്ദർഭമാണ്. അത്തരത്തിൽ ഒരാളോട് നമ്മൾക്ക് എന്തെങ്കിലും രീതിയിലൊരു പിണക്കം വന്നുപോയി, എന്നിട്ട് അയാളോട് എങ്ങനെയാ ക്ഷമ ചോദിക്കുക? അതെൻ്റെ അന്തസ്സിന് കുറവല്ലേ, എൻ്റെ ആത്മാഭിമാനത്തിന് കുറവല്ലേ എന്നൊന്നും തോന്നേണ്ടതില്ല. അന്തസ് തരുന്നത് അള്ളാഹുവാണ്, പ്രതാപവാൻ അള്ളാഹുവാണ്, പ്രതാപം നമുക്ക് ഈ ഭൂമിയിൽ നൽകുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒരു കുറച്ചലുമില്ലാത്ത വിധത്തിൽ പ്രിയപ്പെട്ടവരെ, ആളുകളുമായി ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമ്പർക്കം പുലർത്തണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നു, ഇന്നല്ലദീനഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയപ്പാടോടെ നടുങ്ങുന്നവരാണ് അവർ. ആര്? ഈ നോമ്പ് നാളിനെ സജീവമാക്കിയ ആളുകൾ,
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആൻ പഠിച്ച് തറാവീഹ് നമസ്കരിച്ച് ജമാഅത്ത് നമസ്കാരത്തിൽ നേരത്തെ വന്ന് പള്ളിയിൽ ഈത്തിക്കാഫിരുന്ന് ഒരുപാട് ദാനങ്ങൾ സംഖ്യകൾ സദഖയായും സക്കാത്തായും നൽകിയ മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നു. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയപ്പാടിനാൽ അവർ നടുങ്ങും. അല്ലാഹു എൻ്റെ അമലുകൾ സ്വീകരിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ വല്ല പോരായ്മകളും വന്നുപോയോ? ഏതോ ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ ആരെങ്കിലുമായി പിണങ്ങിപ്പോയിട്ട് അയാളുമായി കണ്ട് തിരുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കുണ്ട്. അയാളെ കാണാൻ കഴിയാത്ത അവസരമുണ്ടായിട്ടുണ്ടാവാം. അയാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ലായിരിക്കാം. അങ്ങനെയൊക്കെ സന്ദർഭമുണ്ട്. അവിടങ്ങളിലൊക്കെ അള്ളാഹു നമ്മെ കൈവെടിയുന്നില്ല. നമ്മൾ തൗബ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ തൗബ് ചെയ്ത് നമ്മെ തന്നെ നാം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. അങ്ങനെയാകുമ്പോൾ റബ്ബേ, അന്ന് ഞാൻ ചെയ്തു പോയ പോരായ്മ റബ്ബേ നീ സ്വീകരിക്കണേ എന്ന ഒരു ആധി ഉണ്ടാവണം, ഒരു പ്രതീക്ഷ ഉണ്ടാവണം. അതോടൊപ്പം ഇത് അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഒരു ആശങ്കയും സത്യവിശ്വാസികൾക്കുണ്ടാകും. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. തങ്ങളുടെ രക്ഷിതാവ് കാണിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങൾ, ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിത്യേന എന്നോണം നടന്നു വരികയാണ്, നിത്യേന എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരന്തങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, മാറാരോഗങ്ങൾ, അനങ്ങാൻ പോലും കഴിയാതെ ഒരുപാട് ബന്ധുക്കൾ, സഹോദരങ്ങൾ ഇങ്ങനെ കിടന്ന കിടപ്പിലാണ്. നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് കൈകളിളക്കാൻ, കാലുകൊണ്ട് നടന്ന് പള്ളിയിൽ വരാൻ ഒക്കെയും നമുക്ക് കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകൾ അത് ആഗ്രഹിച്ചിട്ട് നടക്കാൻ കഴിയാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനുള്ള ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് നമ്മുടെ കൺമുമ്പിലുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുന്നവരാണവർ. ഇത് അല്ലാഹു എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, ഇത് അല്ലാഹു എനിക്ക് നൽകിയ പരീക്ഷണമാണ് എന്ന തിരിച്ചറിവാണ്. ഞാൻ ഈ പള്ളിയിലേക്ക് നടന്നു വന്നത്, ഈ സ്റ്റെപ്പ് കയറി ഒന്ന് ബാത്റൂമിൽ പോയി ഒന്ന് മൂത്രമൊഴിച്ച് ശേഷം ഒതുകൊടുത്ത് സ്റ്റെപ്പ് കയറി ഈ പള്ളിയിലേക്ക് കയറി വരാൻ എനിക്ക് അല്ലാഹു സൗകര്യം തന്നത്, ഈ കാലുകൊണ്ട് നടന്നു വരാനുള്ള സൗകര്യം ചെയ്തു തന്നത് എന്റേതായ ഒരു തീരുമാനത്തിന്റെ ഭാഗമേ അല്ല. ഞാൻ ജനിച്ചു വീണപ്പോ എൻ്റെ മോനിങ്ങനെ നടന്നു പോവാൻ വേണ്ടി 2 കാല് അവന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ബാപ്പ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് മേടിച്ചു തന്നതല്ല എൻ്റെ കാല്. അല്ല, അങ്ങനെ ഒരു കൃത്രിമ കാലം കൊണ്ട് നമുക്കിതുപോലെ നടക്കാനും തുള്ളാനും ഓടാനും ചാടാനും കഴിയുകയില്ല. ഇത് അല്ലാഹു തന്നതാണ്, ഒരു നയാ പൈസയുടെ ചെലവില്ലാതെ. ഞാനിവിടെ വന്ന് സംസാരിക്കുന്നു, ഇതൊരു അനുഗ്രഹമാണ്. എൻ്റെ നാവ് ചലിക്കുന്നു എന്നുള്ളത് എനിക്കൊരു അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾ സംസാരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു, തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. നമ്മൾ ആലോചിക്കണം. ഞാനിപ്പോൾ നടന്നു വന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മളൊക്കെ പള്ളിയിൽ ഒന്നിച്ച് നടന്നു വന്നില്ലേ, നമ്മുടെ ഒരു 10-20 ആളില്ലേ ഇവിടെ? ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പൂച്ചക്കുട്ടി, 4 കാലിൽ നടക്കുന്ന ഒരു പൂച്ചക്കുട്ടി, അത് 2 കാലിൽ ഇങ്ങനെ നടന്നു വരുന്നത് നമ്മളൊന്ന് കണ്ടാലോ? നമുക്ക് അത്ഭുതമല്ലേ അത്? 2 കാലിൽ അതിങ്ങനെ നടന്നു വരികയാണ്. ഒരു 5 പൂച്ചക്കുട്ടി അല്ലെങ്കിൽ 10 പൂച്ചക്കുട്ടി ഇങ്ങനെ എന്താ പറയുക, ഐസ്ക്രീമും കഴിച്ച് ഇങ്ങനെ ചിരിച്ച് കഥ പറഞ്ഞ് നടന്നു വരുന്നത് ഈ റോഡിൽ കൂടെ കണ്ടാൽ അതത്ഭുത വാർത്തയാണ് അല്ലേ? നമ്മൾ നടക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? എന്തേ നമ്മുടെ നടത്തം ഒരു അത്ഭുത വാർത്തയല്ലാതായി പോകുന്നു? നമ്മൾ ജനിച്ചതു മുതൽ കണ്ടുവരുന്ന, നമ്മൾ ശീലിച്ചു വന്നൊരു സ്വഭാവമായി പോയി. എല്ലാ മുഖമൂലകളിലും ആളുകൾ അങ്ങനെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്കതൊരു അത്ഭുതകരമായ കാര്യമല്ലാതായി പോകുന്നത്. എന്നാൽ അള്ളാഹു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അത്ഭുതത്തെ അവന് തിരിച്ചറിയാൻ കഴിയണം. ആ അത്ഭുതത്തെ, ആ വിസ്മയത്തെ അവന് തിരിച്ചറിയാൻ കഴിയണം. ഇതൊക്കെയും പാഠമായി, ഇതൊക്കെയും തിരിച്ചറിവിന്റെ കാരണങ്ങളായി അവന് മനസ്സിലാക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ പിന്നെയും ആവർത്തിക്കുകയാണ്, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ തങ്ങളുടെ രക്ഷിതാവിൽ പങ്കു ചേർക്കാത്തവരാണവർ.
അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരെ ആവർത്തിച്ച് പറയുകയാണ്, പങ്കു ചേർത്ത് പോവല്ലേ. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ആരാധനയിൽ പങ്കു ചേർത്ത് പോവരുതേ എന്ന് അള്ളാഹു ഖുർആനിലൂടെ, പ്രവാചകൻ ഹദീസിലൂടെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അത് പറയുന്നു, വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കു ചേർക്കാത്തവരാണവർ. ആരാണെന്ന് അവരെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. വല്ലദീന യുഅ്തൂന മാ അതവ ഖുലൂബുഹും വജിലത്തും അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. രക്ഷിതാവിങ്കലേക്ക് തങ്ങൾ മടങ്ങിച്ചെല്ലണം, നമ്മൾ മടങ്ങിച്ചെല്ലണം. ദുനിയാവിൽ നമ്മൾ വന്നു, നമ്മൾ ജനിച്ചു, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, ജനിപ്പിച്ചു, നമുക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. ഒരു രക്ഷയുമില്ല ഇനി അള്ളാഹുവിൻ്റെ ഇടയിലേക്ക് തിരിച്ചു പോവാതെ, ഒരു രക്ഷയുമില്ല. വേറൊരു രാജ്യത്തേക്ക്, വേറൊരു ലോകത്തേക്ക്, ഏതെങ്കിലും ഗ്രഹത്തിലേക്കൊന്നും പോയി രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. തിരിച്ചു പോവുക തന്നെ വേണം, പടച്ചവന്റെ അടുക്കലേക്ക് തിരിച്ചു പോവുക തന്നെ വേണം. ആ ബോധം വിശ്വാസിയിലുണ്ടാവും. തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് അവർക്ക് മനസ്സിൽ ഭയമുണ്ടാവും. തങ്ങൾ ദാനം ചെയ്യും. അങ്ങനെ ഭയപ്പെടുന്ന മനസ്സ് ദാനം ചെയ്യും. പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന അവരെ സഹായിക്കാൻ അവർ മുമ്പിലുണ്ടാകുമെന്ന് പറയുമ്പോൾ, ദാനം ചെയ്യുന്ന ആളുകൾ ഒരുപാട് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് ഇത്തിരി എടുത്തു കൊടുക്കുന്നവരല്ല. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ പെരുന്നാൾക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരിക്കാം. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വസ്ത്രം വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിൽ ഇല്ലായിരിക്കാം. എന്നിട്ട് പോലും തൊട്ടടുത്ത് കരയുന്ന ഒരു കുഞ്ഞ്, രോഗിയായ ഒരു മനുഷ്യൻ, അനാഥനായ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതുമ്പോൾ, ഈ പള്ളി കമ്മിറ്റിയോ ഇവിടുത്തെ സക്കാത്ത് സെല്ലോ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തകരോ അവർക്ക് വേണ്ടുന്ന സഹായമായി നമ്മുടെ മുമ്പിൽ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കും. റബ്ബേ, ഞാൻ നാളെ എന്താവും, നാളെ ഞാൻ പട്ടിണിയായി പോകുമോ എന്നൊരു ബേജാറ് അവരുണ്ടാവൂല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ ഞാനിതാ നൽകുന്നു, എന്നിലുള്ളത് നൽകുന്നു. ഒരുപാടൊന്നും നൽകാൻ കഴിയില്ല, ചെറിയൊരു സംഖ്യ എങ്കിൽ അത് നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ തുടരുകയാണ്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അവരാകുന്നു നന്മകളിൽ ധൃതിപ്പെട്ട് തിരക്ക് പിടിച്ച് മുന്നേറുന്നവർ. നന്മകളിൽ തിരക്ക് പിടിച്ച് മുന്നേറുകയാണ്. പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇഖാമത്ത് കൊടുക്കുകയാണ്, വേഗം വരികയാണ് ഒന്നാമത്തെ സഫിലെത്താൻ. അതൊരു തിരക്കാണ്. ഇപ്പോഴുണ്ട് തിരക്ക്. പർച്ചേസിന്, പെരുന്നാളിന്റെ പർച്ചേസിന് നമ്മളൊക്കെ കാണാം, കടകളിൽ വമ്പിച്ച ആളുകളാണ്. വലിയ തോതിലുള്ള തിരക്കാണ്. തിക്കിക്കയറിക്കൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള തിരക്കിലാണ്. പല ആളുകളും, പല യുവാക്കളും ഹോട്ടലുകളിൽ കയറിയിറങ്ങാണ് രാത്രിയും അർദ്ധരാത്രിയും കുറച്ചൊക്കെ. പുതിയൊരു കീഴ്വഴക്കം വന്നു പോയിരിക്കുന്നു, അവിടെയും തിരക്കാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് തിരക്ക് എന്നുള്ളത് സൽക്കർമ്മം അത് നമ്മുടേതാക്കി മാറ്റാൻ വേണ്ടിയായിരിക്കണം. അതാ ഇവിടെ സൂചിപ്പിച്ചത്, നന്മകളിൽ തിരക്ക് പിടിച്ച് മുന്നേറുന്നവരാണവർ. എനിക്കൊരു അത്യാവശ്യമുള്ള സംഖ്യയാണ് എൻ്റെ കയ്യിലുള്ളൂ, അതിൽ നിന്നും കൊടുത്തുകൂടാ, സാരയില്ല, ഒരു 10 രൂപയെങ്കിൽ 10 രൂപ, എൻ്റെ അത്യാവശ്യത്തിൽ നിന്നൊരു 10 രൂപ കുറഞ്ഞാൽ ഞാനത് സഹിക്കുക എന്ന് വിചാരിച്ച് അതുപോലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ നന്മയിൽ ധൃതി കാണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നന്മയിൽ ധൃതി കാണിക്കുന്ന ആളുകൾ അവരാകുന്നു ഏറ്റവും മുമ്പേ ചെന്നെത്തുന്നവർ. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഹാജരാകണം, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാവണം. അവിടെ ഏറ്റവും മുമ്പേ ചെന്നെത്തുന്നവർ ഇത്തരത്തിൽ കൊച്ചു കൊച്ചു നന്മകളിലൂടെ അവന്റെ ജീവിതം സുഹൃതമാക്കിയ, സമ്പന്നമാക്കിയ ആളുകളായിരിക്കുമെന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈമാൻ എന്നുള്ളത് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒരു സന്ദർഭത്തിൽ ചോദിച്ചു, ഞാനിങ്ങനെ പള്ളിയിൽ വരുമ്പോൾ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഈമാനിന്റെ ഈ കരുത്ത് കൂടി വരികയും, എന്നാൽ വീട്ടിൽ പോകുമ്പോൾ, ചന്തയിൽ പോകുമ്പോൾ, മറ്റു വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈമാനിന്റെ കട്ടി കുറഞ്ഞു പോകുന്നോ എന്നും തോന്നിപ്പോകുന്നുണ്ട്. എന്താണ് പ്രവാചകരെ പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ അത് മനുഷ്യ സഹജമാണ്.
പ്രവാചകൻ മറുപടി കൊടുത്തു, അത് മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ കട്ടി കുറഞ്ഞു പോകുന്ന ഈമാൻ അങ്ങനെ ദുർബലമായി ശോഷിച്ച് ഒന്നും ഇല്ലാതെ അവസ്ഥയിലേക്ക് പോകരുത് എന്ന് നാം ചിന്തിക്കണം. അങ്ങനെയുണ്ടാവും. അങ്ങനെ കട്ടി കുറച്ച് ഒന്നുമില്ലാത്തതിലേക്ക് പോയി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇന്നൽ ഈമാന ലിയഖ്ലഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലഖു ഥൗബ്. തീർച്ചയായും പുത്തൻ വസ്ത്രം പഴകിപ്പോകുന്നത് പോലെ നമ്മുടെ ഒരു വസ്ത്രമെടുത്ത് അത് ഉപയോഗിച്ച് അത് അലക്കി വീണ്ടും ഉപയോഗിച്ച് വീണ്ടും അലക്കി അങ്ങനെ അത് പഴകിപ്പോകും എന്നതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ഈമാനും പഴകിപ്പോകും കേട്ടോ. പ്രവാചകൻ പറയാ, നമ്മളുടെ ഉള്ളിലുള്ള ഈമാനും പഴകിപ്പോകും. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പുതുക്കിത്തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈമാൻ പുതുക്കിത്തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബേ, എന്റെ ഈമാനെ ദുർബലപ്പെടുത്തരുതേ, എന്റെ ഈമാനെ ശോഷിപ്പിച്ച് കളയരുതേ റബ്ബേ. നിന്റെ ആ കരുത്ത് എപ്പോഴും നിലനിർത്താനുള്ള തൗഫീഖ് എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. യാ മുഖല്ലിബൽ ഖുലൂബ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. നമസ്കാരാനന്തരം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ശരിയായ ചൊവ്വായ മാർഗത്തിൽ നിലനിർത്താൻ സഹായിക്കണമേ. പ്രാർത്ഥനയും വേണം, പ്രവർത്തനം മാത്രം പോരാ. നമ്മൾ നമസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമായില്ല. ഈ പ്രാർത്ഥന കൂടി ചേരുമ്പോഴേ പടച്ചവൻ ഇതിന് കരുത്ത് നൽകുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്റെ ഹൃദയത്തെ റബ്ബേ ചൊവ്വായ മാർഗത്തിൽ തന്നെ നിലനിർത്താൻ നീ സഹായിക്കണമേ. ഇതിനെ ദുർബലപ്പെടുത്തരുതേ, ഇത് പതറിപ്പോകുന്ന ഹൃദയമാക്കി മാറ്റരുതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ ഇല്ല, ഇനി 25 പോയിട്ട് 4 ദിവസങ്ങൾ, 4-5 ദിവസങ്ങൾ ഇഅ്തികാഫായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവസാനത്തെ 10 പള്ളിയിൽ ഇരുന്നു കൊണ്ട് നിർവഹിച്ച വലിയൊരു പുണ്യകർമ്മം, പള്ളിയിൽ തന്നെ സമയം ചെലവഴിക്കുക. ചിലപ്പോൾ അത് എല്ലാവർക്കും ശാരീരികമായ പ്രയാസമുള്ള ആളുകളിൽ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉള്ള സമയമെങ്കിലും ഒരു വക്ത് മുതൽ അടുത്ത വക്ത് വരെ, ളുഹർ മുതൽ അസർ വരെ, ആ രീതിയിലെങ്കിലും പള്ളിയിലിരുന്ന് പരമാവധി പുണ്യം വാരിക്കൂട്ടുക. നേരത്തെ സൂചിപ്പിച്ച മുൻകടന്നു പോകുന്ന ആളുകൾ, അതായത് തിരക്ക് പിടിക്കുന്ന ആളുകൾ, നന്മ വാരിക്കൂട്ടുന്ന ആളുകൾ ഈ റമദാനിന്റെ ഈ ഒടുവിലത്തെ സമയവും ഇത്തരത്തിൽ ശ്രദ്ധിക്കും എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങൾ കഴിഞ്ഞുപോയോ എന്നറിയില്ല. 21, 23, 25 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. 27ഉം 29ഉം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാന 10 ഒറ്റയിട്ട രാവുകളാണെന്നും അവസാന 10 മുഴുക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്നും ഒക്കെ പ്രവാചകൻ വ്യത്യസ്തമായ രീതിയിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള നാളുകൾ അത് ഒറ്റയിട്ട രാവാണോ, 27ാം രാവാണോ, 27-9 രാവാണോ എന്നൊന്നും ചിന്തിക്കാതെ 26 27 28 നമ്മൾ പരമാവധി സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക. പറയേണ്ടത് പടച്ചോനോട് മാത്രം പറയുക. അങ്ങനെ മുത്തഖികളായി ജീവിച്ച് സ്വർഗം നേടാനുള്ള പരിശ്രമമാണ് ഈ ദൗത്യത്തിൽ, പുണ്യം വാരിക്കൂട്ടാനുള്ള ഈ ദൗത്യത്തിൽ പ്രായഭേദമന്യേ നമുക്ക് മുൻകടക്കാൻ, അവനെ തോൽപ്പിച്ച് മറ്റവനേക്കാൾ മുന്നിലെത്താനുള്ള ആവേശമാണ് നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുന്നു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി. ഇതാണ് നേരായ പാത, നിങ്ങൾ ഇത് പിന്തുടരണം. മറ്റ് മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുകയേ അരുത്. അവയൊക്കെ അവന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിപ്പിച്ച് കളയും. അതുകൊണ്ട് ഈ ചൊവ്വായ മാർഗം, ഇസ്ലാം പഠിപ്പിച്ച മാർഗം, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച മാർഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മാർഗം, ആ മാർഗമായിരിക്കണം നമ്മെ സ്വാധീനിക്കേണ്ടത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ കുറിച്ച് ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഒരു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അത് നമ്മൾ സ്ഥിരമായി കൊണ്ടുപോകുന്ന കർമ്മങ്ങളാ.
സ്ഥിരമായി കൊണ്ടുപോകാൻ കഴിയുന്ന കർമ്മങ്ങൾ. റമദാൻ നമ്മൾ പ്രത്യേകമായി കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, കൂടുതൽ പള്ളിയിൽ ഭജനമിരിക്കുന്നു, ഈത്തിക്കാഫ് ഇരിക്കുന്നു, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, കൂടുതൽ പണം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൊടുക്കുന്നു. ഒക്കെ വേണം, റമദാനിൽ വേണം. എന്നാൽ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ റമദാൻ അല്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് സ്ഥിരമായി കൊണ്ടുപോകാൻ കഴിയുന്നത് അതങ്ങനെ സ്ഥിരമായി കൊണ്ടുപോവുക. ഒരു ദിവസം ഒരുപാട് അമലുകൾ ചെയ്യുക, പിറ്റേ ദിവസം മടിച്ചിരിക്കുക, പിറ്റേ ദിവസം വീണ്ടും കുറേ അമലുകൾ ചെയ്യുക, പിറ്റേ ദിവസം കുറേ അങ്ങ് കുറഞ്ഞു പോകുക. അല്ല ഒരേ രീതിയിൽ ഒരു ദിവസം നമുക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു 5 പേജ് അല്ലെങ്കിൽ ഒരു 10 ആയത്തെ അല്ലെങ്കിൽ ഒരു 50 ആയത്തെ ഓതാൻ കഴിയുന്നുള്ളൂവെങ്കിൽ അത് മതി. അത് പിറ്റേന്നും ഓതാൻ കഴിയണം, അത് പിറ്റേന്നും പാരായണം ചെയ്യാൻ കഴിയണം. അല്ലാതെ ഒരു ദിവസം 200, 300, 400 ഓതി പിറ്റേ ദിവസം ഓതാതിരിക്കുകയല്ല വേണ്ടത്, പ്രവാചകൻ പഠിപ്പിച്ച. അപ്പൊ നമുക്കാവുന്ന സൽക്കർമ്മങ്ങൾ ആവുന്നതുപോലെ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ പറയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ സ്വർഗത്തിലേക്ക് കൂട്ടമായി നയിക്കപ്പെടും. നമ്മൾ ഈ റമദാനെ സമ്പന്നമാക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് ഏറ്റവും വിശുദ്ധിയോടെ ഇവിടെ ഇരിക്കുകയാണ്. തുടർ ദിവസങ്ങളിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അത്തരക്കാർ സ്വർഗത്തിലേക്ക് കൂട്ടമായി നയിക്കപ്പെടും. ആലോചിച്ചു നോക്കൂ, എന്തൊരു മനോഹരമായിരിക്കും അത്. സ്വർഗത്തിലേക്ക് ഇങ്ങനെ നയിക്കപ്പെടുകയാണ്. മലക്കുകൾ സ്വർഗത്തിലേക്ക് നയിക്കുകയാണ് നമ്മളെ. നമ്മുടെ ഈ ദുനിയാവിൽ ചെയ്ത സാഹിത്യ ത്യാഗങ്ങൾക്ക്, ചെയ്ത അമലുകൾക്ക് അവിടെ വെച്ച് പുണ്യം അനുഭവിക്കുന്ന ആ സന്ദർഭം ഓർത്തു നോക്കണം. ഖുർആൻ സൂചിപ്പിക്കുകയാണ്, ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ. അങ്ങനെ നയിക്കപ്പെടുന്ന ആളുകളോട് അതിന്റെ കാവൽക്കാർ, കവാടം തുറക്കപ്പെട്ട് സ്വർഗത്തിന്റെ കാവൽക്കാർ അവരോട് പറയും. എന്താ പറയുക? സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അതായത് നിങ്ങൾ സംശുദ്ധരായിരിക്കുകയാണ്, നിങ്ങൾക്ക് സലാം, നിങ്ങൾ സംശുദ്ധരായിരിക്കുകയാണ്, നിത്യവാസികളായിക്കൊണ്ട് ഇതാ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, ഇതാ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. നമ്മോട് പറയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ അമലുകൾ ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ അനുഭവിച്ച ആളുകളാണ്, കുറെ പ്രായമുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാനും അത്തരക്കാരൻ തന്നെയാണ്. ഇപ്പൊ ജീവിതത്തിൽ കുറെ അനുഭവങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, സഹിക്കാൻ പറ്റാത്ത ചതിയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവാം. എന്തായിരുന്നാലും അതിനെയൊക്കെ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പുറത്തു കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഇത്ര എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാനം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏത് സമയത്തും മരിക്കുമെന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഈ സമയത്തെ ഏറ്റവും സമ്പന്നമാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പടച്ചവന്റെ തൃപ്തി വാരിക്കോരി നമുക്ക് നൽകി നമ്മളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരൊറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. വിശ്വാസികൾക്ക് എല്ലാവർക്കുമെന്നല്ല, ഏതെങ്കിലും ആൾക്കുമെന്നല്ല, ഇസ്ലാമിനെ അധിക്ഷേപിച്ച് നടക്കുന്ന ആളുകളെന്ന അർത്ഥത്തിലില്ല, പേരിൽ മാത്രം മുസ്ലിമായി നടന്ന് ഈ സമയങ്ങളിൽ പോലും കറങ്ങി നടക്കുന്നവരെ കുറിച്ചല്ല. വിശ്വാസികൾ, പള്ളിയിൽ വരുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന വിശ്വാസികളെ കുറിച്ച് പറയാൻ. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക്, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിലേക്ക്, അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്ക് കീഴൊതുങ്ങാൻ, തിരിച്ചു കൊണ്ടുവരാൻ സമയമായില്ലേ എന്ന് ചോദിക്കുക. ഇനി എപ്പോഴാണ്? നമ്മൾ നിർവഹിക്കുന്നത് അതാണ്, നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്നിട്ടും നമ്മോട് ഖുർആൻ ചോദിക്കുകയാണ്, ഇനി എപ്പോഴാണ് കൂട്ടരേ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ നേർത്ത കറയെങ്കിലും ഉണ്ടെങ്കിൽ,
വളരെ നേരിയ കറയുടെ ഒരു അംശം, കറയുടെ ഒരു ലാഞ്ചന നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈമാനിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഒക്കെ തന്നെ അത്തരം വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള സന്ദർഭമാണിത്. അതൊക്കെ തിരുത്തി നമ്മളെ സ്വയം പരിപൂർണ മനുഷ്യനാക്കി, പൂർണ്ണ മുത്തഖിയാക്കി സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസങ്ങളിലെ അമലുകൾക്കുള്ള പ്രതിഫലം വാരിക്കോരി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഇരുത്തവും ഈ പറയലും ഈ കേൾവിയുമൊക്കെ സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്തു മാപ്പാക്കണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ പോരായ്മകൾ, അബദ്ധങ്ങൾ റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹ് കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളെ നീ കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് കാത്തി രക്ഷിക്കണമേ. അല്ലാഹ് മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, അപ്രതീക്ഷിത ദുരന്തങ്ങൾ, യുദ്ധഭീതി പോലുള്ള അത്തരം സംഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തി രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ പലരും രോഗികളായി പ്രയാസപ്പെടുന്നുണ്ട് റഹ്മാനെ. ശാരീരികമായി വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ. അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയേകണമേ. അല്ലാഹ് അവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും പരലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹ് അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ. അല്ലാഹ് റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ തലമുറ ഇവർക്കൊക്കെയും ഈമാൻ അനുസരിച്ച് ഇവിടെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് പിരിഞ്ഞു പോകാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ അതികഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ തുണയേകണമേ. അല്ലാഹ് അവർക്ക് നീ രക്ഷ നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഒക്കെ നിന്റെ അനുഗ്രഹം വാരിക്കോരി നൽകുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.